നമ്മുടെ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ഒട്ടും റിയലൈസ് ചെയ്യാത്ത, അതിലധികം കൺസേൺ ആവാത്ത, അവർ കുറച്ച് കാലത്തിന് ശേഷം എൻറോൾ ചെയ്യേണ്ട ലൈഫിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ് യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ കുട്ടികളോട് ഇപ്പൊ യൂണിവേഴ്സിറ്റികളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ എത്ര യൂണിവേഴ്സിറ്റികൾ ഉണ്ട്, അതിൽ ഏറ്റവും ഒരു ടയർ വണ്ണിലൊക്കെ നിൽക്കുന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ്, എന്തൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡിഗ്രിക്ക് ഒരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങൾ നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പർ ആയ ഒരു എക്സ്പ്ലനേഷനോ അല്ലെങ്കിൽ ഒരു ആൻസറോ അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അതൊരു ഭയങ്കര പെതറ്റിക് ആയിട്ടൊരു അവസ്ഥയാണ്. കാരണം അവരുടെ ലൈഫിൽ ഇത്രയും കാലം അവർ പഠിച്ച് അടുത്ത മേഖലയിലേക്ക് പോകുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി, ഒരു കരിയർ മാപ്പ് അവരുടെ മുമ്പിൽ ഇല്ല എന്ന് പറയുന്നത്. ഇവിടെയാണ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും 1300ഓളം യൂണിവേഴ്സിറ്റികളാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷന്റെ ലിസ്റ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സത്യത്തിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്താണെന്നൊക്കെ നമ്മൾ അറിയണം. ഞാൻ പറഞ്ഞത്, ഈ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്നുള്ളത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ ഇന്ത്യയിലെ ഏതൊരു യൂണിവേഴ്സിറ്റിയെയും ഗ്രാന്റ് ചെയ്യുന്ന, അതിന് പ്രവർത്തിക്കാനുള്ള അനുവാദം കൊടുക്കുന്ന ഏറ്റവും അപ്പെക്സ് ആയ ഒരു അതോറിറ്റിയാണ്. ഈ UGCയുടെ ലിസ്റ്റില് 1295ഓളം യൂണിവേഴ്സിറ്റികളാണ് നിലവിലുള്ളത്. ഇതില് 50ലേറെ, കൃത്യമായി പറഞ്ഞാൽ 57 സെൻട്രൽ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള നടത്തിപ്പിൽ വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. ഇത് പാർലമെന്റ് പാസ്സാക്കി, നിയമം പാസ്സാക്കി അങ്ങനെ നിലവിൽ വരുന്ന യൂണിവേഴ്സിറ്റികളാണ്. ഇതിന് നേരെ താഴെയാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. ഏകദേശം 200ഓളം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും ഇന്ത്യയിലുണ്ട്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഒക്കെ ആയിട്ടാണ് ഇത്തരം യൂണിവേഴ്സിറ്റികൾ പ്രവർത്തിക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളാണ്. അതായത് ഒരു പ്രൈവറ്റ് പേഴ്സണോ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനോ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അത് പിന്നീട് യൂണിവേഴ്സിറ്റികളൊക്കെ ആയി മാറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമ്മൾ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത്. SRM, അതുപോലെ മണിപ്പാൽ യൂണിവേഴ്സിറ്റി ഒക്കെ ഈ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസിന് ചില ഉദാഹരണങ്ങളാണ്. മറ്റൊന്നാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയമനിർമ്മാണത്തിലൂടെ ഓരോ സ്റ്റേറ്റുകളിലും യൂണിവേഴ്സിറ്റീസ് ആയി മാറിയിട്ടുള്ള പ്രൈവറ്റ് സ്ഥാപനങ്ങൾ. ഇതും കേരളത്തിലടക്കം നമുക്ക് കാണാൻ കഴിയും. ഈ യൂണിവേഴ്സിറ്റികളുടെ കാറ്റഗറി നമ്മൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ +2 ബോർഡ് എക്സാമിന് എന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരൂലെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഹയർ സ്റ്റഡീസിന്റെ ഒരു സ്കോപ്പിനെ പറ്റിയിട്ടും നമ്മുടെ മുമ്പിലുള്ള വേ ഫോർവേഡിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര അനിവാര്യമാണ്. ഇതിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് യൂണിവേഴ്സിറ്റി കാറ്റഗറികളിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റികൾ എന്നുള്ളത് നമ്മളൊക്കെ +2 കഴിഞ്ഞ് പൊതുവെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കേരള യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി ഒക്കെ പോലുള്ള യൂണിവേഴ്സിറ്റികളെക്കാളും എത്രയോ റാങ്കിങ് മുകളിലുള്ളതായിരിക്കും ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്നത്. ഈ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ റാങ്കിങ് നമ്മൾ പരിശോധിക്കുന്നത് NIRF എന്ന് പറയുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിങ് ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഒതന്റിക്കേറ്റഡ് ആയിട്ടുള്ള ബോഡിയാണ്. ഇവരുടെ NIRF റാങ്കിങ്ങിൽ നമുക്ക് പരിശോധിച്ചാൽ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എല്ലാം തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. അതിന്റെ റാങ്കിങ്ങിൽ JNU ഉണ്ട്, ജാമിയ മില്ലിയ ഇസ്ലാമിയ ഉണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി അടക്കമുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കാണാൻ കഴിയും. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ ആണ് യഥാർത്ഥത്തിൽ CUET അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ +2 കഴിഞ്ഞ് നമുക്ക് ഒരു നോൺ പ്രൊഫഷണൽ കോഴ്സ് ആകട്ടെ, അതല്ല പ്രൊഫഷണൽ കോഴ്സുകളാകട്ടെ, സെമി പ്രൊഫഷണൽ കോഴ്സുകളാകട്ടെ, അതല്ല പാരാമെഡിക്കൽ ഒക്കെ പോലെയുള്ള ഇന്ന് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള കോഴ്സുകൾ, അതുപോലെ ഐക്കർ പോലെയുള്ള അഗ്രികൾച്ചറൽ കോഴ്സുകൾ, ഇതിലേക്കൊക്കെ തന്നെ CUET ഏറ്റവും നല്ല ഒരു ഓപ്ഷനാണ്. ഈവൻ BTech കോഴ്സുകൾ പോലും, BVOC കോഴ്സുകൾ പോലും നമുക്ക് CUET എക്സാമിലൂടെ പഠിക്കാനായിട്ട് പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട സാധ്യതകളാണ്. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മളുടെ സോഷ്യൽ മീഡിയ സ്ക്രോളിങ്ങിനിടയിൽ നമ്മൾ മനസ്സിലാക്കാനും അറിയാനും എക്സ്പ്ലോർ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്.